വീണ്ടും ഭർതൃവീട്ടിൽ ഒരു പെൺകുട്ടിയുടെ മരണം തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. കാസർഗോഡ് നിന്നാണ് ആ വാർത്ത വരുന്നത്. ഭർതൃവീട്ടിൽ വെച്ച് വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന നവവധു മരിച്ചു എന്നതാണ് വാർത്ത. കാസർഗോഡുള്ള ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ചികിത്സയിലായിരുന്നു എന്നാണ് നവവധുവിനെ കുറിച്ച് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് വെറും ഒരു മാസം മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. വിവാഹം കഴിച്ച് ഒരു മാസം തികഞ്ഞപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വളരെയധികം പ്രശ്നം ആ കുട്ടി അലട്ടിയിരുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യം. ബന്ധുക്കൾക്കോ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഇതിനെ ചുറ്റിപ്പറ്റി ആർക്കും തന്നെ ഒരു അഭിപ്രായവും പറയാനോ ഒന്നുമില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊണ്ട് എത്തിക്കുന്നതെന്നുകൂടി വിശദീകരിക്കുന്നു. മൂന്നാട് ബേഡകം വട്ടംതിട്ടയിലെ PV അശ്വതിയാണ് മരിച്ചത്. 24 വയസ്സുകാരിയായിരുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് മരിച്ചത്. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അശ്വതിയുടെ മരണം കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു അശ്വതി. കല്യാണം കഴിഞ്ഞ് ഒരു മാസം മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള സഹപ്രവർത്തകർക്കാണെങ്കിലും യാതൊന്നും തന്നെ അറിയില്ല എന്നാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നതെല്ലാം തന്നെ. പറക്കളായിലെ രൂപേഷ് ആയിരുന്നു വരൻ. കുറന്തക്കാട്ടെ താമസ സ്ഥലത്ത് വെച്ച് തന്നെ 18-നാണ് യുവതിയെ വിഷം അകത്തു ചെന്ന ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. കുറന്തക്കാട്ടെ താമസ സ്ഥലത്ത് വെച്ച് തന്നെ ഇത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് കാസർകോട്ടെ ആശുപത്രിയിലും 21-ഓടെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ സഹോദരി PV മഞ്ജുളയുടെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മരണത്തിന് കേസെടുത്തുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. കൂടുതൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പറയുന്നതും. ഓരോ തവണയും ഇത്തരത്തിൽ നവവധുവിൻ്റെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളുടെ മരണം വളരെയധികം തന്നെ ദുഃഖിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. വിവാഹം കഴിപ്പിച്ചയക്കാൻ മാതാപിതാക്കൾക്കും വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾക്കും മടുപ്പ് തോന്നുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. അത്തരമൊരു വാർത്ത തന്നെയാണ് ഓരോ തവണയും പുറത്തു വരുന്നതും. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ മനസ്സിലാക്കിപ്പിക്കുന്നതും ഇത്തരത്തിലെ ഓരോ വാർത്തയാണ് എന്നുകൂടി അറിയുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണിത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയോടൊപ്പം തന്നെ വൈറലാകുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നതും ഈ ഒരു വാർത്തയാണ്. കാരണം 2 ദിവസത്തിനിടയിൽ തന്നെ നവവധു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ തികയുന്നതിന് മുൻപ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. 3 ദിവസമായി തന്നെ വന്നത് ഇത്തരത്തിൽ 5 വാർത്തകളാണ് കേരളത്തിൽ നിന്ന്. അങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോഴും വരുമ്പോഴും പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഉൾപ്പെടെ തന്നെ എല്ലാവർക്കും ഭയമാകുന്നുവെന്നും ഇത്തരം രീതിയിലേക്ക് പെൺകുട്ടികളുടെ അവസ്ഥ മാറുന്നതിന് കാരണം തന്നെ ഭർതൃവീട്ടിലെ ഓരോ അവസ്ഥയാണെന്നും കൂടുതൽ അന്വേഷണത്തിൽ തെളിയുന്നു.